സോ നമ്മൾ നോക്കാൻ പോകുന്ന കോംപ്ലക്സ് അനാലിസിസിലെ ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ സെക്ഷനാണ് സീക്വൻസസ് ആൻഡ് സീരീസ്. അപ്പോൾ റിയൽ അനാലിസിസിൽ നമ്മൾ ഓൾറെഡി സീക്വൻസും സീരീസും എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിട്ട് നമ്മൾ കോംപ്ലക്സ് അനാലിസിസിൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ കോംപ്ലക്സ് പ്ലെയിനിലെ സീക്വൻസും സീരീസും എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. സോ ഡെഫിനേഷനൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ സീക്വൻസ് ഈസ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് and whose range is a subset of the complex numbers C. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയൽ നമ്പേഴ്സ് പഠിക്കുവാണെങ്കിൽ സീക്വൻസിന് എക്സ് എൻ എന്ന് പറയുന്ന നൊട്ടേഷനാണ് കൊടുക്കുന്നത്. പക്ഷേ സാധാരണ കോംപ്ലക്സ് നമ്പേഴ്സിൽ ഇസഡ് എൻ എന്ന് പറയുന്ന നൊട്ടേഷനാണ് കൊടുക്കുന്നത്. പിന്നെ സീക്വൻസ് എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന്, അതാണ് ആക്ച്വലി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ്, ഒരു ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ റേഞ്ച് എന്താണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയടാ, ഞാനിപ്പോൾ ഒരു സിമ്പിൾ സീക്വൻസ് പറയുന്നു. 1 + i the whole raised to n. 1 + i the whole raised to n. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 1 + i the whole raised to n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. അത് f of n ഈസ് ഈക്വൽ ടു 1 + i the whole raised to n. അപ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് z1 കിട്ടും. z1 ആണ് 1 + i, f of 1. ഓക്കെ, അടുത്ത z2 എന്ന് പറയുന്നത് എന്താണ്, 1 + i the whole raised to 2 ആണ്. നിങ്ങൾ ചെയ്തു നോക്കുക. 1 + i the whole square ആക്ച്വലി 0 ആണ്. ഞാൻ അത് മാത്രം ഒന്ന് കാണിച്ചു തരാം. 1 + i the whole square എന്ന് പറയുമ്പോൾ അത് a + b the whole square വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ a² + 2ab, 2 × 1 × i, 2i + b² എന്ന് പറയുമ്പോൾ i² അല്ലെ. i² എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ i² എന്ന് തന്നെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2i - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2i എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 1 + i raised to n ആണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ സീക്വൻസ് ആണ്. 1 + i, 1 + i the whole raised to n. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന f of n എന്ന് പറയുന്നത് 1 + i raised to n ആണ്. f of n എന്ന് പറയുന്നത് 1 + i the whole raised to n അല്ല, 1 + i raised to n. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് നോക്കിയടാ, f of 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 + i എന്ന് തന്നെ കിട്ടും. n = 2 കൊടുക്കുമ്പോൾ ഈ സീക്വൻസിൽ എന്താണ് കിട്ടുന്നത്, ഇപ്പോൾ n = 2 കൊടുക്കുമ്പോൾ 1 + i², i² -1 ആണ്, 1 - 1 0 ആകും. n = 3 കൊടുത്തു കഴിഞ്ഞാൽ 1 + i³ ദാറ്റ് ഈസ് 1 i³ എന്ന് പറയുന്നത് -i ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു സീക്വൻസ് പോകും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാം. ഇതെനിക്ക് മാറിപ്പോയതാണ്, പക്ഷേ ഇതും ഒരു സീക്വൻസ് ആണ്. 1 + i the whole raised to n, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ നോക്കുക, if limit n tends to infinity zn is equal to L, we say the sequence zn converges. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫംഗ്ഷന്റെ ലിമിറ്റ് അറിയാം. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ zn എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീക്വൻസിനെ കൺവേർജന്റ് എന്ന് വിളിക്കും. അപ്പോൾ സീക്വൻസിന്റെ കൺവേർജന്റ് ഡെഫിനിഷൻ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. zn എന്ന് പറയുന്ന സീക്വൻസ് L-ലേക്ക് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലൺ എടുത്താലും ഒരു n നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു n എന്ന് പറയുന്ന നമ്പർ ചൂസ് ചെയ്യാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് zn - L ലെസ് ദാൻ എപ്സിലൺ വെനെവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇതാണ് ആക്ച്വലി ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലേ? റിയൽ അനാലിസിസിൽ ഇതേ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. xn എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a natural number belongs to positive natural number in a set such that absolute value of xn minus L is less than epsilon for all n greater than or equal to n. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ അല്ല ഈ പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ. എന്താണ് കോംപ്ലക്സ് നമ്പറിൽ മോഡുലസ് എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സ് നമ്പറിൽ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 + 2i എന്ന് പറയുന്ന നമ്പറിന്റെ മോഡുലസ് കാണാൻ പറഞ്ഞാൽ √3² + 2² ആണ് അല്ലെ. അത് ബാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് √9 + 4 13 എന്ന് കിട്ടും.
പക്ഷേ നമ്മളുടെ റിയൽ നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് -5 5 ആണ്, മോഡുലസ് ഓഫ് 5ഉം 5 തന്നെയാണ്. ഈ രണ്ട് മോഡുലസും ആക്ച്വലി ഇതിന്റെ പർപ്പസ് സെയിം ആണ്, പക്ഷേ സ്റ്റിൽ ഈ പറയുന്ന രണ്ട് മോഡുലസും വേറെ വേറെ സാധനമാണ്. കോംപ്ലക്സ് നമ്പറിലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു 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 സംഭവമാണ്, ഒരു വാല്യൂ ആണ് എന്ത് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. റിയൽ അനാലിസിസിൽ റിയൽ നമ്പേഴ്സിൽ റിയൽ ലൈനിലെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ റിയൽ മോഡുലസ് യൂസ് ചെയ്യുന്നത്. എനിവേ ഡെഫിനിഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇസഡൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അവിടെ ഒരു നാച്ചുറൽ നമ്പർ n ഉണ്ടായിരിക്കണം, സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസഡൻ മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ക്ലിയർ. ഇനി മോഡ് ഇസഡൻ മൈനസ് എൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ആണ്, ടേമുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ജിയോമെട്രിക്കലി പറയുകയാണെങ്കിൽ ഇസഡൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്പറിന് ശേഷം എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന റിയലിന്റെയും കോംപ്ലക്സിന്റെയും സീക്വൻസ് കൺവേർജൻസിൽ ജിയോമെട്രിക്കലി ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ലൈൻ ആണ്, റിയൽ ലൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്ലെയിൻ ആണ്, കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു റിയൽ ലൈൻ. ആ റിയൽ ലൈനിനകത്ത് ഇപ്പൊ ഒരു നമ്പർ എല്ല് നമ്മൾ ഉണ്ടെങ്കിൽ ഈ സീക്വൻസ് എക്സൻ എല്ലിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് നമ്മൾ എടുക്കും, എൽ മൈനസ് എപ്സിലൺ ടു എൽ പ്ലസ് എപ്സിലൺ. ഈ പറയുന്ന എപ്സിലോൺ നെയ്ബർഹുഡിനകത്ത് ഒരുപാട് പോയിന്റ്സ് കാണും. അതായത് n ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ എന്നിന് ശേഷം, ഇപ്പൊ നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ n ഒരു 1000 ആണെന്ന് വിചാരിക്കുക. ആ 1000ത്തിന് ശേഷമുള്ള എല്ലാ ടേംസും ഇതിനകത്തായിരിക്കും. ആ എൽ പ്ലസ് എപ്സിലോണിനും എൽ മൈനസ് എപ്സിലോണിനും അകത്തായിരിക്കും. ആ ടേംസ് ഇങ്ങനെ എല്ലിലോട്ട് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ആ n ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ആ ടേംസ് ഇങ്ങനെ ഏതെങ്കിലും സൈഡിൽ കൂടി, ഒന്നുകിൽ ഈ സൈഡിൽ കൂടി അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അടുത്തോട്ട് എല്ലിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി കോംപ്ലക്സ് പ്ലെയിൻ ആണെങ്കിൽ അതൊരു പ്ലെയിൻ ആണ്, ആ പ്ലെയിനകത്തുള്ളൊരു പോയിന്റ് ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സീക്വൻസ് എന്ന് പറയുന്ന ആ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സർക്കിൾ ആയിരിക്കും. ഈ എക്സലിന് എവിടെ വരാം, എക്സനിന് ഒരു പർട്ടിക്കുലർ നമ്പറിന് ശേഷം എക്സനുകളെല്ലാം ഇതിനകത്തുണ്ടായിരിക്കും, ഈ സർക്കിളിനകത്തുണ്ടായിരിക്കും. കണ്ടോ, വ്യത്യാസം മനസ്സിലായോ? ആ അബ്സല്യൂട്ട് വാല്യൂയുടെ വ്യത്യാസം മനസ്സിലായോ? മറ്റേ റിയൽ ലൈൻ ആണെങ്കിൽ ഒരു ഓപ്പൺ ഇന്റർവൽ ആയിരിക്കും, ഇതൊരു ഓപ്പൺ സർക്കിൾ ആയിരിക്കും. ഇതാണ് അവിടുത്തെ വ്യത്യാസം. ഇനി കൺവെർജന്റ് അല്ലാത്ത സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈവർജന്റ് എന്ന് വിളിക്കുന്നത്. ദ സീക്വൻസ് 1 പ്ലസ് ഐ റൈസ് ടു n എന്ന് പറയുന്നത് ഡൈവർജന്റ് ആണ്. കാരണം എന്താണ്, അതിനൊരു ബന്ധമില്ലാത്ത നമ്പറിലേക്കാണ് പോകുന്നത്. ഡസ് നോട്ട് അപ്രോച്ച് എ ഫിക്സ്ഡ് കോംപ്ലക്സ് നമ്പർ. നോക്കിയടാ, ഈ 1 പ്ലസ് ഐ റൈസ് ടു n ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. ഞാൻ പറഞ്ഞു ആദ്യത്തത് 1 പ്ലസ് ഐ ആണ്, രണ്ടാമത്തത് 1 പ്ലസ് ഐ സ്ക്വയർ 1 മൈനസ് 1 0 ആണ്, മൂന്നാമത്തത് 1 മൈനസ് ഐ ആണ്, നാലാമത്തെന്ന് പറയുമ്പോൾ 1 പ്ലസ് ഐ റൈസ് ടു 4, ഐ റൈസ് ടു 4 1 ആണ്, 1 പ്ലസ് 1 2 ആണ്. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, 1 പ്ലസ് ഐ 0 1 മൈനസ് ഐ 2, again 1 പ്ലസ് ഐ 0 1 മൈനസ് ഐ 2 എക്സെട്ര. ഇതൊരിക്കലും ഒരു ഫിക്സ്ഡ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല. എത്ര തവണ നമ്മൾ ഇൻഫിനിറ്റിലേക്ക് എടുത്തുകൊണ്ടിരുന്നാലും ഈ 4 നമ്പേഴ്സിന്റെ പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും കൺവേർജ് ചെയ്യത്തില്ല. അതൊരു ഡൈവേർജന്റ് സീക്വൻസ് ആണ്. അപ്പൊ നമുക്കൊരു കൺവേർജന്റ് സീക്വൻസിന്റെ എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഐ റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n. ഐ റൈസ് ടു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ആദ്യമേ എന്നിന് എന്ത് കൊടുക്കുക, എന്നിന് 1 കൊടുക്കുക. അപ്പോൾ ഐ റൈസ് ടു 1 പ്ലസ് 1, ഐ റൈസ് ടു 1 പ്ലസ് 1 എന്ന് പറയുന്നത് ഐ റൈസ് ടു 2, ഐ റൈസ് ടു 2 എന്ന് പറയുന്നത് ഐ സ്ക്വയർ മൈനസ് 1 ആണ്. മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്നിന് 1 കൊടുത്തു, അപ്പോൾ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് മൈനസ് 1, കോമ അടുത്ത ഐ റൈസ് ടു 2 പ്ലസ് എന്നിന് 2 കൊടുക്കുക, അപ്പൊ 2 പ്ലസ് 1 3, ഐ റൈസ് ടു 3 ഈസ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ 2. അടുത്ത ഐ റൈസ് ടു 3 പ്ലസ് 1, എന്നിന് 3 കൊടുക്കുക, 3 പ്ലസ് 1 4 ആണ്, ഐ റൈസ് ടു 4 1 ആണ്, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 3. അടുത്ത ഐ റൈസ് ടു 4 കൊടുക്കുക, അപ്പോൾ 4 പ്ലസ് 1 5, 4 പ്ലസ് 1 5, ഐ റൈസ് ടു 5 എന്താണ്, ഐ റൈസ് ടു 5നെ എനിക്ക് ഐ റൈസ് ടു 4k പ്ലസ് 1 എന്ന് എഴുതാം, അത് ഐ തന്നെയാണ്. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ 4 എക്സെട്ര. ഈ പരിപാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഐയുടെ പവറുകൾ കണ്ടുപിടിക്കുന്നത് ഓർമ്മയുണ്ടോ? ഐയുടെ പവറുകൾ കണ്ടുപിടിക്കുന്നൊന്നും മറന്നുപോകല്ലേ. അതായത് ഐ റൈസ് ടു 4k എന്ന് പറയുന്നത് 1 ആണ്, ഐ റൈസ് ടു 4k പ്ലസ് 1 എന്ന് പറയുന്നത് ഐ ആണ്, ഐ റൈസ് ടു 4k പ്ലസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്, ഐ റൈസ് ടു 4k പ്ലസ് 3 എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എക്സെട്ര അല്ലെങ്കിൽ അടുത്ത -1/5 എക്സെട്ര എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. ഈ സീക്വൻസ് എവിടോട്ടായിരിക്കും കൺവേർജ് ചെയ്യുന്നത്, 0യിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. അത് എളുപ്പമാണ്. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ
ഒന്നുകിൽ അത് 1 ബൈ വലിയ ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാകും, അല്ലെങ്കിൽ ഐ ബൈ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ മൈനസ് ഐ ബൈ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ മൈനസ് 1 ബൈ ഇൻഫിനിറ്റി. എന്താണെങ്കിലും മുകളിലൊരു സിംഗിൾ നമ്പറും താഴെ ഇൻഫിനിറ്റിയും വരുമ്പോൾ ആ ഒരു സീക്വൻസ് എങ്ങോട്ടായിരിക്കും? സീറോയിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ കൺവേർജൻസ് ആണ് നോക്കുന്നത്. ക്രൈറ്റീരിയൻ ഫോർ കൺവേർജൻസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, എ സീക്വൻസ് ഇസഡൻ കൺവേർജസ് ടു എ കോംപ്ലക്സ് നമ്പർ എൽ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിയൽ പാർട്ട് ഓഫ് ഇസഡൻ കൺവേർജസ് ടു real part of L is equal to A and imaginary part of Z converges to imaginary part of L or is equal to B എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സംഭവം ഒന്നുമില്ല, കോംപ്ലക്സ് നമ്പറിലെ സീക്വൻസിനെ നമ്മൾ റിയൽ പാർട്ടിന്റെ ഡെഫിനിഷനിലോട്ട് മാറ്റുവാണ്. അതായത് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നിങ്ങൾ രണ്ട് ഫംഗ്ഷനായിട്ട് മാറ്റുക. അതായത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നായിരിക്കുമല്ലോ. അപ്പൊ ഞാനിപ്പോൾ അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ എൻ പ്ലസ് ഐ ബി എൻ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ പറയുന്ന ഇസഡ് എന്ന് പറയുന്ന സീക്വൻസ് എൽ എന്ന് പറയുന്ന നമ്പറിലേക്ക് കൺവേർജ് ചെയ്യണം. ആ നമ്പർ എ പ്ലസ് ഐ ബി ആണ്. അപ്പോൾ എ എൻ പ്ലസ് ഐ ബി എൻ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ സീക്വൻസ് എ പ്ലസ് ഐ ബിയിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ അവിടെ എ എൻ എന്ന് പറയുന്ന റിയൽ പാർട്ടിന്റെ സീക്വൻസ് എ എന്ന് പറയുന്ന റിയൽ പാർട്ടിലേക്ക് കൺവേർജ് ചെയ്യണം. ബി എൻ എന്ന് പറയുന്ന റിയൽ പാർട്ടിന്റെ സീക്വൻസ് ബി എന്ന് പറയുന്ന റിയൽ പാർട്ടിലേക്ക് കൺവേർജ് ചെയ്യണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ 2 ആണ്. ഇതിന്റെ ഇലസ്ട്രേഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് കൺവേർജൻസ് കിട്ടാൻ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോക്കിയടാ, ഇസഡ് എൻ എന്ന് പറയുന്നത് 3 പ്ലസ് എൻ ഐ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 എൻ ഐ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇസഡ് എന്നിനെ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റുക. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കോംപ്ലക്സ് നമ്പർ പഠിച്ചപ്പോൾ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. നോക്കിയടാ, 3 പ്ലസ് എൻ ഐ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 എൻ ഐ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എൻ പ്ലസ് 2 എൻ ഐനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എൻ മൈനസ് 2 എൻ ഐ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. എൻ മൈനസ് 2 എൻ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയാടാ, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തു, 3 ഇൻറ്റു എൻ. എന്താണ് 3n? 3 ഇൻറ്റു മൈനസ് 2 എൻ ഐ. അപ്പൊ ഞാൻ മൈനസ് ഇട്ടു. 3 ഇൻറ്റു 2 6 ആണ്, 6 എൻ ഐ. അടുത്ത പ്ലസ് എൻ ഐ ഇൻറ്റു എൻ, അതായത് പ്ലസ് എൻ സ്ക്വയർ ഐ. ഇനി മൈനസ് 2 എൻ ഇൻറ്റു എൻ, എൻ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആയി. ഡിവൈഡഡ് ബൈ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എൻ സ്ക്വയർ മൈനസ് 2 എൻ ഐ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയടാ, 3n മൈനസ് 6 എൻ ഐ പ്ലസ് എൻ സ്ക്വയർ ഐ പ്ലസ് എൻ സ്ക്വയർ ഐ പ്ലസ് 2n സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എനിക്ക് എന്ത് വരുവാടാ? എൻ സ്ക്വയർ 2n ദി ഹോൾ സ്ക്വയർ, അല്ലെ 2n ഐ സ്ക്വയർ. അപ്പൊ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ആ മൈനസും ഈ മൈനസ് കൂടി പ്ലസ് ആകുന്നു. 2n ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4, n-ന്റെ സ്ക്വയർ n സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോണത്, മുകളിൽ എല്ലാത്തിലും n ഉണ്ട് അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇവിടെ n കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും മാറ്റി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3n പ്ലസ് 2n സ്ക്വയർ ആണ്. ഐ ഇല്ലാത്ത പാർട്ട് 3n പ്ലസ് 2n സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ n സ്ക്വയർ പ്ലസ് 4n സ്ക്വയർ 5n സ്ക്വയർ ആണ്. അപ്പൊ 3n പ്ലസ് 2n സ്ക്വയർ ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ, 3n പ്ലസ് 2n സ്ക്വയർ ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ പ്ലസ് ഐ കോമൺ എടുക്കുക. ഐ ഉള്ളിടത്തുനിന്ന് ഐ കോമൺ എടുക്കുക. അപ്പൊ ഐ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 6n ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ. അപ്പൊ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വേറെ വേറെ ആയി. 2n സ്ക്വയർ പ്ലസ് 3n ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ, n സ്ക്വയർ മൈനസ് 6n ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വേറെ വേറെ എഴുതി. ഇനി ഇതിന് നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാൻ അറിയാം. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n സ്ക്വയർ പ്ലസ് 3n ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ നിന്ന് ഈ പറയുന്ന വലിയ പവർ കോമൺ എടുക്കണം. അപ്പൊ n സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 3, ഇവിടെ നിന്ന് n ഉണ്ട്, അതിന് n സ്ക്വയർ കോമൺ എടുക്കണമെങ്കിൽ ബൈ ഒരു n വരും. അത് ഓൾറെഡി ഇവിടെ n ഉണ്ട്. ഓക്കെ, പക്ഷെ n സ്ക്വയർ പുറത്തെടുക്കണം. അപ്പൊ എനിക്ക് എന്ത് വരും? ബൈ n വരും, ഡിവൈഡഡ് ബൈ 5n സ്ക്വയർ. അപ്പൊ ഈ n സ്ക്വയർ ആൻഡ് n സ്ക്വയർ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് n ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ബൈ ഇൻഫിനിറ്റി 0 ആകും, ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ 5 എന്ന് കിട്ടും.
സിമിലർലി നമ്മൾ ഇമാജിനറി പാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻ സ്ക്വയർ കോമൺ എടുത്താൽ 1 മൈനസ് 6/n ഡിവൈഡഡ് ബൈ 5n² എന്ന് കിട്ടും. എൻ സ്ക്വയറും വെട്ടിപ്പോയിട്ട് നമുക്ക് 1 ആയിരിക്കും, 1/5 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെയാണ്, ഞാൻ അതുകൂടി ഒന്ന് കാണിക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n സ്ക്വയർ മൈനസ് 6n ഡിവൈഡഡ് ബൈ 5n² എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ n സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ n സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 6/n ഡിവൈഡഡ് ബൈ 5n². n സ്ക്വയറും ക്യാൻസൽ ആയി പോയി. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ബാക്കി ഫൈനൽ ആൻസർ 1/5. അപ്പോൾ ഈ റിയൽ പാർട്ട് 2/5ലേക്കും ഇമാജിനറി പാർട്ട് 1/5ലേക്കും പോകുന്നതുകൊണ്ട് ഈ പറയുന്ന സീക്വൻസ് 2/5 പ്ലസ് i ഇൻറ്റു 1/5ലേക്കായിരിക്കും പോകുന്നത്. 2/5 പ്ലസ് i ഇൻറ്റു 1/5ലേക്കാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കൺവേർജസ് ടു a പ്ലസ് ib ഈസ് ഈക്വൽ ടു 2/5 പ്ലസ് 1/5i. ഇത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ. നല്ലൊരു ചോദ്യമാണത്. നെക്സ്റ്റ് എന്താണ് സീരീസ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ സീരീസിന്റെ ഡെഫിനിഷൻ എന്താണെന്നും സീരീസ് എന്താണെന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.